ആ മേഡം, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ട് പോയ ബ്ലൗസ് ആണ്. ഇതിന്റെ കൈ കേറുന്നില്ല. അയ്യോ, കൈക്ക് എന്ത് പറ്റി മേഡം? ഇതിന്റെ ഒരു കൈ ഇങ്ങോട്ട് കേറുന്നത്, ഒരു കൈ ഓക്കെയാണ്, ഒരു കൈ ഇങ്ങോട്ട് കേറുന്നില്ല. അയ്യോ, എന്തുകൊണ്ട് നിങ്ങൾ കാണിച്ചു വെച്ചേക്കുന്നത്? അയ്യോ മേഡം, അങ്ങനെ വരാൻ ഒരു വഴിയില്ല. കാര്യം നമ്മൾ മെഷർമെന്റ് എടുത്ത് അത്യാവശ്യമായിട്ട് ഞാൻ തയ്പ്പിച്ചു, എന്നാലും ഒരു ഫംഗ്ഷന് വേണ്ടി തയ്പ്പിച്ചായിരുന്നു. അയ്യോ മേഡം, എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഇതിനകത്ത്. അതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. നിസ്സാരം ഇതിലെങ്കിൽ നിങ്ങൾ എന്തോ പരിഹാരം ഉണ്ടാക്കാനാ? ശരിയാക്കാം. അയ്യോ മേഡം, മേഡം ഇത് അരക്കിയില്ലായിരുന്നല്ലേ? സാരമില്ല മേഡം, ഞാനിത് മേഡത്തിന് റെഡിയാക്കി തരാം. മേഡം എനിക്കൊരു 10 മിനിറ്റ് സമയം തന്നാൽ മതി മേഡം. ഞാനിത് റെഡിയാക്കി മേഡത്തിന് നല്ല അടിപൊളിയാക്കി തരാം മേഡം. ഇതിൽ നിങ്ങൾ എന്തോ റെഡിയാക്കാനാണ്? മേഡം, ഞങ്ങൾ റെഡിയാക്കി തന്നിരിക്കും. ഇത് എൻ്റെ വാക്കാണ്. മേഡത്തിന് റെഡിയാക്കി കറക്റ്റ് തന്നിരിക്കും മേഡം. ഒരേ ഒരു മിനിറ്റ് മേഡം ക്ഷമയോടെ മേഡം ഒന്ന് ശാന്തയാകും മേഡം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ ശാന്തയൊന്നുമല്ല, ഞാൻ രമയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇനി ശാന്തയാകാൻ പോവല്ലേ? എൻ്റെ ദൈവമേ, ആ പെണ്ണുപിള്ളെ സമാധാനിപ്പിച്ച് നിർത്തി. ഇനി ഇത് എങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുക്കും? നോക്കാം ഇതെങ്ങനെ. കൈ കയറുന്നില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ മെഷർമെന്റ് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കൈയുടെ റൗണ്ട് എടുത്തതെല്ലാം ഉണ്ട്. മസിൽ റൗണ്ട് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് മെഷർമെന്റ് പ്രകാരം. ആം റൗണ്ടും ഉണ്ടല്ലോ. അളവെടുത്ത പ്രകാരം എല്ലാം ഇതിലുണ്ടല്ലോ. 2 കൈ കൂടെ വെച്ച് ഇനി ഒന്ന് നോക്കാം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. 2 കൈ വെച്ചിട്ട് എല്ലാം കറക്റ്റ് ആണല്ലോ. പിന്നെ ഇതെന്ത് പറ്റിയതായിരിക്കും? മെഷർമെന്റ് പ്രകാരം എല്ലാം ഇതിലുണ്ടല്ലോ. അപ്പോൾ ഒരു കൈ കയറുന്നില്ല എന്നുള്ളതാ പറഞ്ഞത്. അപ്പോൾ ആ കൈ ഏതാണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ മെഷർമെന്റ് ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇനി ഇവരോട് എന്ത് പറഞ്ഞ് ഇനി ഒന്നുകൂടെ അളവെടുക്കുമോ? സോപ്പിട്ട് നോക്കാം. മേഡം അത് റെഡി ആയോ എന്ന് ചോദിച്ചാൽ മേഡം ഒന്നുകൂടെ മേഡത്തിന് മെഷർമെന്റ് ഒന്ന് എടുത്തോട്ടെ മേഡം. അത് മെഷർമെന്റ് പ്രകാരം ഞങ്ങൾ ചെയ്ത എല്ലാം അതിലുണ്ട്. നിങ്ങളൊന്ന് മെഷർമെന്റ് എടുത്തല്ലേ, ഇനി എന്തോ മെഷർമെന്റ് നിങ്ങൾക്ക് എടുക്കേണ്ടത്? അതല്ലേ മേഡം. ഈ കൈയുടെ മെഷർമെന്റ് ഒന്ന് എടുക്കാൻ ഇങ്ങനെ നോക്കൂ. മേഡം ഇനി ആ കൈ അങ്ങ് താത്തിട്ടേക്കോ. മേഡം എടുത്ത മെഷർമെന്റ് എല്ലാം ഇതിലുണ്ടല്ലോ മേഡം. ഈ കൈക്കല്ലേ മേഡം ടൈറ്റ് ആണെന്ന് പറഞ്ഞത്. ഈ കൈ ഒന്ന് അങ്ങനെ നോക്കൂ. ഓക്കെ, ഇതിനെയാണോ നോക്കിയിട്ട് താത്തോട്ടെ. ഓ മേഡം, ഇതിന് 1 ഇഞ്ച് ഈ കൈയെക്കാട്ടിലും വണ്ണം കൂടുതലാണ്. പിന്നെ എങ്ങനെ ബ്ലൗസ് ടൈറ്റ് ആകാതിരിക്കും മേഡം? നിങ്ങൾ മെഷർമെന്റ് എടുത്തതല്ലേ മേഡം? ഞങ്ങൾ ഈ കൈയാണ് മേഡം മെഷർമെന്റ് എടുത്തത്. ഈ കൈ മെഷർമെന്റ് ഞങ്ങൾ എടുത്തില്ലല്ലോ മേഡം. നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചില സിറ്റുവേഷൻസ് ഒക്കെ പലരും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും, തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ. അപ്പം ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ടുള്ള കാര്യം എന്താണെന്നറിയോ? എനിക്ക് അടുത്തിടെ വന്നിട്ടുള്ള ഒരു ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആൻറ്റി ആയിരുന്നു. ഒരുപാട് സങ്കടപ്പെട്ട് എനിക്ക് മെസ്സേജ് ചെയ്താണ്. ഇതുപോലെ ഒരു കസ്റ്റമർ ബ്ലൗസ് വന്ന് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി. ചെയ്യുന്ന വർക്കുകളൊക്കെ ഇതുപോലെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ വരുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ 2 കൈയൊന്നും അളവൊന്നും എടുത്തായിരിക്കത്തില്ല. നോർമലി എല്ലാവരും നമ്മൾ വലത് കൈ കാര്യം ഇടത് കൈയെക്കാളും വലത് നമ്മുടെ ഈ ഒരു കൈകൾക്കും ഭാഗങ്ങൾക്കും ഒക്കെ ചെറിയ വലുപ്പ വ്യത്യാസം കാര്യങ്ങളും വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു കൈയെ നമ്മൾ അളവെടുക്കാറുള്ളൂ. ഈ ഒരു കൈ ചില സമയത്ത് നമുക്കൊരു ചെറിയ ലൂസ് വരും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എങ്കിലും ടൈറ്റ് വന്ന കസ്റ്റമർക്ക് കയറാതാവുമ്പോഴാണ് കസ്റ്റമർ ഭയങ്കരമായിട്ടും ഷൗട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും കാര്യം നോർമലി ഈ കൈക്ക് അങ്ങനെ ഇതിനെക്കാട്ടിലും വണ്ണം കൂടുതൽ വരാറില്ല. പക്ഷെ ചില കേസിൽ നമ്മൾ പറഞ്ഞ ഓരോ ബോഡി ടൈപ്പും വ്യത്യസ്ത രീതിയിലുള്ളതാണ്. എല്ലാ ശരീരവും ഒരുപോലെ അല്ല. അപ്പം നമ്മൾ ബ്ലൗസ് പോലുള്ള ഗാർമെന്റ്സിന് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ്സ് നമുക്ക് വരുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് നല്ല പെയിന്റ് അടിച്ച പോലെ ശരീരത്തിൽ ഒട്ടിക്കിടക്കാനായിട്ടാണ്. ഒരു പാർട്ടിലും ചുളിവോ കാര്യങ്ങളോ ഒന്നും ഒരു ആം റൗണ്ടൊക്കെ കൃത്യമായ രീതിയിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് ചെറിയ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അവരത് വലുതാക്കി വലിയ പ്രശ്നങ്ങളൊക്കെ ആക്കാറുണ്ട്. ചില കസ്റ്റമർ അങ്ങനെയില്ല, ചിലർ അങ്ങനെ ആക്കാറുണ്ട്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളും ഇത് ഒരുപക്ഷെ ഇതൊക്കെ എന്താ എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കുറേ തയ്ച്ചിട്ടുണ്ടായിരിക്കാം, അല്ല തയ്ച്ച് പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ കുറേ എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സുകളൊക്കെ സക്സസ് ആകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഫാക്റ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്താണ് നമ്മൾ സ്റ്റുഡൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മൾ അവരെ കോഴ്സ് പഠിപ്പിച്ചിറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു പ്രശ്നം തന്നെ വരികയില്ല. കാരണം എന്തൊക്കെ കംപ്ലയിൻസുകൾ വരും. കാര്യം ഇത്രയും വർഷങ്ങളായി
ആയിട്ട് ഞങ്ങൾക്ക് മുമ്പ് ഞാനും സ്റ്റിച്ചിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയ ഓരോ ആൾക്കാർ വരുമ്പോൾ നമ്മൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത് അങ്ങനെ തന്നെയാണ് ഈ ഒരു ഫീൽഡിന്റെ കാര്യം. എപ്പോഴും എല്ലാ കസ്റ്റമറും ഒരുപോലെ അല്ല, പല സ്വഭാവമുള്ള ആൾക്കാരാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ അവരെ എല്ലാം വളരെ സ്നേഹത്തോടെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഈ ജോലി ഇന്നത്തോടെ നിർത്തിയിട്ട് വീട്ടിലിരിക്കാം എന്നുള്ള സാഹചര്യങ്ങളൊക്കെ വരും. പക്ഷേ എങ്കിൽ 100-ൽ 1-2 ആൾക്കാരായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത്. പക്ഷേ എങ്കിൽ നമ്മളെ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ ജോലിയിലും പ്രശ്നങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സന്തോഷവും ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ സന്തോഷം മാത്രം കൂടുതലായിട്ട് കണ്ടെത്തുക. പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അതിനെ പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ നിന്ന് വന്നത്, ആ പ്രോബ്ലം മനസ്സിലാക്കി പിന്നീട് നമ്മൾ തുടർന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. എപ്പോഴും നമുക്ക് ഈ ഒരു ഫീൽഡിനെ ബന്ധപ്പെട്ട എല്ലാ ഫീൽഡിലും പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പുതിയ മോഡൽസ് വന്നുകൊണ്ടേയിരിക്കും. പല ശരീരഘടനയുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പൊ അവരുടെയൊക്കെ രീതികൾ മനസ്സിലാക്കി നമ്മൾ ചെയ്തു കൊടുത്തു പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കുക. ആദ്യം അവരെ അല്ലെങ്കിൽ കസ്റ്റമർ ചൂടാകുന്നതിനോടൊപ്പം നമ്മൾ ചൂടായിട്ടല്ല അത് പരിഹരിക്കേണ്ടത്, വളരെ താഴ്മയോടുകൂടി. നമുക്കുള്ളിൽ ദേഷ്യം കാണും, നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അവർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം കാണിച്ചോളൂ, അവർ കാണാതെ. കാരണം നമ്മുടെ ദേഷ്യം നമുക്ക് എക്സ്പ്രസ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ അത് ഉള്ളിലിട്ട് വെറുതെ ഇതാക്കേണ്ട. നമ്മളും ആ ദേഷ്യം ആരും കാണാതെ നമ്മളും അത് പറഞ്ഞ് തീർത്ത് കാര്യങ്ങൾ നല്ല ഭംഗിയാക്കിയിട്ട് പോകാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ ചെയ്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല, അടുത്തിടെ വന്നിട്ടുള്ള എനിക്കൊരു മെസ്സേജാണ്. ഇതുപോലെ കസ്റ്റമർ വന്ന് മുഖത്തേക്ക് ബ്ലൗസ് എറിഞ്ഞിട്ട് പോയി, വളരെയധികം സങ്കടം. എനിക്കിനി സ്ഥാപനം നിർത്തുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ ആളെത്തി. അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊക്കെ നമുക്ക് പരിഹാരം ഉള്ള കാര്യങ്ങൾ, ഇതൊന്നും ഒരു കാര്യമേ അല്ല, ഇതൊക്കെ എല്ലാ കടകളിലും നടക്കുന്ന കാര്യങ്ങളാണ്. പലരും പല സ്വഭാവക്കാരല്ലേ. അപ്പൊ നമുക്ക് എല്ലാവരും ഒരുപോലെ മാനേജ് ചെയ്ത് പോകാൻ സാധിക്കണം. അപ്പൊ നമ്മുടെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, പ്രൊഫഷണൽ ടൈലറിംഗ് കോഴ്സിലേക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബ്ലൗസിന്റെ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കട്ട് ചെയ്യാം, ഓരോ ബോഡി മെഷർമെന്റിനനുസരിച്ചും എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. നമ്മുടെ ഓൺലൈൻ കോഴ്സുകളും ഓഫ്ലൈൻ കോഴ്സുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സുകൾ രേഖപ്പെടുത്തുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.